ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന തിരുവചനം മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യമാണ്. അവിടെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ, ഞാൻ സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് പരീക്ഷിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് വചനത്തിൽ പല സ്ഥലത്തും ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ബൈബിളിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രം യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട് വചനം പഠിപ്പിക്കുന്നു. അത് ദശാംശത്തിൻ്റെ കാര്യത്തിലാണ്. ദശാംശം എന്ന് കേൾക്കുമ്പോൾ പണത്തെപ്പറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ പണം മാത്രമല്ല, സമയത്തിൻ്റെ ദശാംശം, ആരോഗ്യത്തിൻ്റെ ദശാംശം, ദൈവം നമുക്ക് ദാനമായി നൽകിയ എന്തിൻ്റെയും ദശാംശം കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. സ്നേഹമുള്ളവരെ, ഈ പുതുവർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാത്തിൻ്റെയും ദശാംശം കൃത്യമായി ഞാൻ കൊടുക്കുമെന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.